Hello, good evening, dear learners. So we are discussing a crash course of criminology today. Block 1, Criminology, Crime and Perspectives. ക്രിമിനോളജിയുടെ ബ്ലോക്ക് 1 ക്രൈം ആൻഡ് പെർസ്പെക്റ്റീവ്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ആണ് നമ്മളിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദിസ് ബ്ലോക്ക് 1 കൺസിസ്റ്റ് ഓഫ് 3 യൂണിറ്റ്സ്. 3 യൂണിറ്റ്സ് ആണ് ഈ ബ്ലോക്ക് 1-ലുള്ളത്. ഒന്ന് ക്രൈം ആൻഡ് ക്രിമിനോളജി, കൺസെപ്ച്വൽ അപ്രോച്ചസ് ടു ക്രൈം ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓൺ ക്രൈം കോസേഷൻ. ഇങ്ങനെ 3 ബ്ലോക്സ് ആണ്. ഈ 3 ബ്ലോക്സും കൂടിയിട്ടാണ് നമ്മളൊരു ക്രാഷ് കോഴ്സ് ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. So this crash course actually consists of very important questions that may be asked in the public examination. That is why this is very relevant. So a synthesized form of all these 3 units and converged it to a crash course എന്നുള്ളതാണ്. നമ്മൾ ആ 3 യൂണിറ്റും ഒന്നതിനെ മൊത്തമായിട്ട് എടുത്തിട്ട് അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ ആക്കിയിട്ടാണ് ഈ ക്രാഷ് കോഴ്സ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. So we will come to the questions. This actually consists of 10 1-mark questions and then 10 4-mark questions and then 4 10-mark questions. ഈ രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളിപ്പോൾ ഏകദേശം എല്ലാവരും പഠിച്ച് കാണും, നന്നായിട്ട് റെഫർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വി കം ടു ദീസ് പോയിൻറ്റ്സ്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ കോയിൻഡ് ദ ടേം ക്രിമിനോളജി. ഹൂ കോയിൻഡ് ദ ടേം ക്രിമിനോളജി എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ റാഫേൽ ഗാരോഫലോ ആണ് ക്രിമിനോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. റാഫേൽ ഗാരോഫലോ ആണ്. റെഫർ ചെയ്യുക മെറ്റീരിയൽ യൂണിറ്റ് നമ്പർ 1. ആൻഡ് നൗ ദ അതർ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ജുവനൈൽ ഡെലിക്വൻസി. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതിന് കുറച്ച് കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 മാർക്കായിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ജുവനൈൽ ഡെലിക്വൻസി? ജുവനൈൽസ് എന്ന് പറയുന്ന ടേം നിങ്ങൾക്കറിയാം. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫൊന്നും എഴുതണ്ട, ഒരു സെൻറ്റൻസിലങ്ങ് ഒതുക്കി വെച്ചാൽ മതി. അത് ആ കണ്ടൻറ്റ് മാത്രം മതി. അല്ലാതെ വെറുതെ ഒരു പാരഗ്രാഫൊക്കെ ഒരു പേജൊക്കെ എടുത്ത് എഴുതിയ ആൾക്കാരെ കാണാറുണ്ട്. അതിൽ ആണെങ്കിൽ പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. സോ ഇറ്റ്സ് ആക്ച്വലി വേസ്റ്റേജ് ഓഫ് ടൈം ബോത്ത് ദ എക്സാമിനീസ് ആൻഡ് എക്സാമിനേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അതിന് നിൽക്കണ്ട. ഇവിടെ നമുക്ക് ഈ ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ് ജുവനൈൽ എന്ന് പറയുന്ന ടേം നമ്മളുടെ മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മൾക്കതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ മൈനേഴ്സ് എന്നാണ്. ദോസ് ഹു ബിലോ 18 ഇയേഴ്സ് ഏജ്, 18 വയസ്സിന് താഴെയുള്ളവരെയാണ് ജുവനൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത് ഒന്നുമില്ല, ലീഗൽ ഒഫൻസസ് ഓഫ് മൈനേഴ്സ്. 18 വയസ്സിന് താഴെയുള്ള മൈനേഴ്സിൻ്റെ കുറ്റകൃത്യങ്ങളെയാണ് ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം ദ ഇയർ ഇൻ വിച്ച് JJA, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ്. JJA എന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ജുവനൈൽസിന് നീതി കൊടുക്കണം എന്നുള്ള ഒരു ആക്ട് പാസ്സായിട്ടുണ്ട്. 2006 ആണ് ഇയർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് മെൻസ് റിയ. മെൻസ് റിയ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അതായത് എന്താണ് മെൻസ് റിയ? ഇൻറ്റൻഷൻ ഓഫ് ക്രൈമാണ്. മെൻസ് റിയ എന്ന് പറയുന്നത് ക്രൈമിനുള്ള ഇൻറ്റൻഷനാണ്. 2 വേർഡാണ് അതിൻ്റെ ആൻസർ. ഓൺലി 2 വേർഡ്സ്. ഇൻറ്റൻഷൻ ഓഫ് ക്രൈമിനെയാണ് മെൻസ് റിയ എന്ന് പറയുന്നത്. ഇൻറ്റൻഷൻ ഓഫ് ക്രൈം. നമ്മളടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇതിലൊക്കെ വരുന്നുണ്ട്. ആൻഡ് നൗ വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ പ്രൊപ്പോണ്ടഡ് ദ തിയറി ഓഫ് ഫോക്കൽ കൺസേൺസ്. ഫോക്കൽ കൺസേൺസ് എന്ന തിയറി ആരാണ് പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്? വോൾട്ടർ മില്ലറാണ്. വോൾട്ടർ മില്ലർ ആൻസർ. ദ സിക്സ്ത് ക്വസ്റ്റ്യൻ ഈസ് സിക്സ്ത് വൺ. ദ ഐഡിയ ഓഫ് മൾട്ടിപ്പിൾ കോസേഷൻ പ്രപ്പോസ്ഡ് ബൈ. ഈ മൾട്ടിപ്പിൾ കോസേഷൻ എന്ന് പറയുന്ന ഐഡിയ ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ശ്രദ്ധിക്കുക, ടേംസ് മാറിപ്പോകരുത്. മൾട്ടിപ്പിൾ കോസേഷനാണ്. വില്യം ഹീലെ ആണ്. വില്യം ഹീലെ ആണ് മൾട്ടിപ്പിൾ കോസേഷൻ എന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ദ നെക്സ്റ്റ് സെവൻത്ത് വൺ. ദ സെവൻത്ത് വൺ ഈസ് ഹു പ്രപ്പോസ് ദ തിയറി ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് അനോമി. സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് അനോമി എന്ന് പറയുന്ന തിയറി ഫോം ചെയ്തിരിക്കുന്നത് ആരാണ്? റോബർട്ട് കെ മേർട്ടൺ. റോബർട്ട് കെ മേർട്ടൺ ആണ് ഇതിൻ്റെ എന്ന തിയറിസ്റ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് നൗ ദ നെക്സ്റ്റ് വൺ ഈസ് അഗെയിൻ വിച്ച് സ്കൂൾ ഓഫ് ക്രിമിനോളജി. ദ ഓതർ ഓഫ് ഓൺ ക്രൈംസ് ആൻഡ് പണിഷ്മെൻറ്റ് ഈസ്. ദ ഓതർ ഓഫ് ഓൺ ക്രൈംസ് ആൻഡ് പണിഷ്മെൻറ്റ് സീസർ ബെക്കാരിയ ആണ്. സീസർ ബെക്കാരിയ ഓൺ ക്രൈംസ് ആൻഡ് പണിഷ്മെൻറ്റ് എന്ന ബുക്കിൻ്റെ ഓതർ. The next one, ninth one is the crimes associated with the lower intelligences. Crimes associated with the lower intelligence.
ഏത് ടൈപ്പ് ക്രൈമാണ് ലോവർ ഇൻ്റലിജൻസ് ക്രൈംസ് എന്ന് പറയുന്നത്? സ്ട്രീറ്റ് ക്രൈംസിനെയാണ്. സ്ട്രീറ്റ് ക്രൈംസ് ആണ് ലോവർ ഇൻ്റലിജൻസ് ക്രൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദ 10th വൺ ഈസ് വിച്ച് സ്കൂൾ ഓഫ് ക്രിമിനോളജി വ്യൂസ് ക്രൈം ആസ് എ റിസൾട്ട് ഓഫ് ഫ്രീ വിൽ ആൻഡ് റേഷണൽ ചോയ്സ്? അത് പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഫ്രീ വിൽ ആൻഡ് റേഷണൽ ചോയ്സ്. വിച്ച് സ്കൂൾ ഓഫ് ക്രിമിനോളജി, ഏത് ക്രിമിനോളജി സ്കൂളാണ് ഈ ക്രൈം ഈസ് എ റിസൾട്ട് ഓഫ് ഫ്രീ വിൽ ആൻഡ് റേഷണൽ ചോയ്സ്, ഫ്രീ വില്ലിൻ്റെയും റേഷണൽ ചോയ്സിൻ്റെയും റിസൾട്ടാണ് ക്രൈം എന്ന് പറയുന്നത്? ക്ലാസിക്കൽ സ്കൂൾ ആണ് ആൻസർ. ക്ലാസിക്കൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ 3 യൂണിറ്റും കൂടിയാണ് 10 ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മൊത്തം എല്ലാ യൂണിറ്റും കൂടി എല്ലാ ബ്ലോക്കും കൂടിയാണ് 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് റിച്ച് ഐ തിങ്ക്. ഓക്കെ, ആൻഡ് നൗ come to the next 4 mark questions. We have taken 10 4 mark questions as model. We will be having explanation of these all the 10 mark questions answers. Now the first one is explain Robert K. Merton's concept of crime. അതാണ്. അപ്പോൾ റോബർട്ട് കെ മാർട്ടൻസ് കൺസെപ്റ്റ് ഓഫ് ക്രൈം പേജ് നമ്പർ 40 ആണ്. പേജ് നമ്പർ 40 കൊടുത്തിട്ടുണ്ട്. എന്താണ് റോബർട്ട് കെ മാർട്ടൻ? റോബർട്ട് കെ മാർട്ടൻ്റെ പേര് നമ്മൾ തൊട്ട് മുന്നിൽ കേട്ടു. അസോസിയേറ്റഡ് വിത്ത്, എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതായത് ഏതാണ് ക്വസ്റ്റ്യൻ? 7th ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യനിൽ തിയറി ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് അനോമി ആണ് അദ്ദേഹത്തിൻ്റെ എന്താണ് തിയറി, റോബർട്ട് കെ മാർട്ടൻ്റെ. നൗ ദ പേജ് നമ്പർ 40. പേജ് നമ്പർ 40 നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ റോബർട്ട് കെ മാർട്ടൻസ് കൺസെപ്റ്റ് ഓഫ് ക്രൈം. എന്താണ് അദ്ദേഹത്തിൻ്റെ ക്രൈം കൺസെപ്റ്റ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. റോബർട്ട് കെ മാർട്ടൻ എക്സ്പാൻഡ് ഫങ്ഷണാലിസം ബൈ ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ. ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഓഫ് ക്രൈം ചോദിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട ടേംസാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് മാനിഫെസ്റ്റ് ഫങ്ഷൻസും മറ്റൊന്ന് ലാറ്റൻറ്റ് ഫങ്ഷൻസും. അതായത് മാനിഫെസ്റ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഡഡ് ഔട്ട്കംസ് ആണ്. എസ് ഡിറ്റർമിനിങ് ദ ക്രൈം ആൻഡ് മെയിൻറ്റെയിനിങ് പബ്ലിക് ഓർഡർ, മാനിഫെസ്റ്റ് ഫങ്ഷൻസ്. അതുപോലെ തന്നെ മറ്റൊന്ന് ലാറ്റൻ ഫങ്ഷൻസ്, അതായത് അൺഇൻറ്റൻഡഡ് ഇഫക്ട്സ് ആണ്. സച്ച് എസ് സ്ട്രെങ്തനിങ് ദ കമ്മ്യൂണിറ്റി സോളിഡാരിറ്റി ഓർ എക്സ്പോസിങ് സോഷ്യൽ ഇനീക്വാലിറ്റീസ് ദാറ്റ് ഡിമാൻഡ് റിഫോം. ഈ 2 പോയിൻറ്റ്സാണ് നമ്മൾ റോബർട്ട് കെ മാർട്ടൻ്റെ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷണാലിസം തിയറിയുടെ എക്സ്പ്ലനേഷൻസ് വരുന്നത്. മാനിഫെസ്റ്റ് ഫങ്ഷൻസ് ആൻഡ് ലാറ്റൻ ഫങ്ഷൻസ്. മാനിഫെസ്റ്റ് ഫങ്ഷൻസ് ആൻഡ് ലാറ്റൻ ഫങ്ഷൻസ്. അപ്പോൾ ഒന്ന് ഇൻറ്റൻഡഡ് ഔട്ട്കംസ് ആണ്. നമ്മൾ അതിൻ്റെ ഔട്ട്കംസ്, ഈ ഫങ്ഷൻസിൻ്റെ ഔട്ട്കംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഉദ്ദേശിക്കുന്നുണ്ട്, ഇൻറ്റൻറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് എന്താണ് അത്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, നമുക്ക് ഡിറ്ററിങ് ക്രൈം ആൻഡ് മെയിൻറ്റെയിനിങ് പബ്ലിക് ഓർഡർ. അപ്പോൾ അതായത് ആ ഔട്ട്കംസ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രൈം ഡിറ്റർ ചെയ്യുന്നു, തടയുന്നു, പബ്ലിക് ഓർഡറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മളുടെ സോഷ്യൽ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ പബ്ലിക് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഇൻറ്റൻഡഡ് ഔട്ട്കംസ്. അതേപോലെ ലാറ്റൻ ഫങ്ഷൻസിൽ വരുന്നത് അൺഇൻറ്റൻഡഡ്. അപ്പോൾ അതായത് അവിടെ ഔട്ട്കംസ് ഓർ ഇഫക്ട്സ്, ഈ ഇഫക്ട്സ് ഇൻറ്റൻറ്റ് ചെയ്യുന്നില്ല, പക്ഷേ എന്താണത്? അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്രൈം ഡിറ്റർ ചെയ്യുമ്പോൾ, തടയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇഫക്ട്സ് ആണ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്തനിങ് കമ്മ്യൂണിറ്റി സോളിഡാരിറ്റി, അതുപോലെ തന്നെ എക്സ്പോസിങ് സോഷ്യൽ ഇനീക്വാലിറ്റീസ് ദാറ്റ് ഡിമാൻഡ് റിഫോം. അതായത് കമ്മ്യൂണിറ്റി സോളിഡാരിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി സോളിഡാരിറ്റി എന്ന് പറയുന്ന ബന്ധമാണ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള സൊസൈറ്റിയിലെ റിലേഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, അതായത് അതിൻ്റെ ബലം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അൺഇൻറ്റൻഡഡ് ഇഫക്ട്സ്. അതാണ് റോബർട്ട് കെ മാർട്ടൻ്റെ ക്രൈമുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ്, മാനിഫെസ്റ്റ് ഫങ്ഷൻസ് ആൻഡ് ലാറ്റൻ ഫങ്ഷൻസ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഓക്കെ, നൗ കം ടു ദ നെക്സ്റ്റ് പോയിന്റ്. വാട്ട് ആർ ദ സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് ക്രൈം അക്കോർഡിംഗ് ടു ഫങ്ഷണാലിസ്റ്റ് തിയറീസ്? പേജ് നമ്പർ 39 ആണ്. 39 ഫങ്ഷണാലിസ്റ്റ് തിയറിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് സോഷ്യൽ ഫങ്ഷൻസ്, ക്രൈമിൻ്റെ സോഷ്യൽ ഫങ്ഷൻസ് എന്നാണ് ചോദിക്കുന്നത്. സോ see the question, social functions of crime according to functionalist theorists. നമുക്ക് നോക്കാം. നമുക്ക് ഒരു 4 ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ഫങ്ഷൻസ് ആണ്. ഒന്ന് ക്ലാരിഫൈങ് മോറൽ ബൗണ്ടറീസ്. ഡീവിയൻറ്റ് ബിഹേവിയർ ഹെൽപ്സ് ടു അതായത് ക്രൈം എന്ന് പറയുമ്പോൾ നമ്മൾ വയലേഷനാണ് ക്രൈം എന്ന് പറയുന്നത്, നമ്മൾ ലോ വയലേഷനാണ്. അപ്പോൾ
ക്രൈം എന്ത് ചെയ്യുന്നത്? സോഷ്യൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ക്ലാരിഫയിങ് മോറൽ ബൗണ്ടറീസ്. ഈ മോറൽ ബൗണ്ടറീസിനെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഏത് ബൗണ്ടറി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അത് ക്രൈം ആകുന്നത് എന്ന്, അല്ലേ? ഏത് ബോർഡർ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അത് ക്രൈം ആകുന്നു എന്നുള്ള ഒരു സോഷ്യൽ എക്സ്പ്ലനേഷൻ ക്രൈമിനുണ്ട്. ഡീവിയൻ ബിഹേവിയർ ഹെൽപ്സ് ഡിഫൈൻ ദ ലിമിറ്റ്സ് ഓഫ് ആക്സെപ്റ്റബിൾ കണ്ടക്റ്റ് ബൈ റീഇൻഫോഴ്സിങ് നോംസ് ആൻഡ് വാല്യൂസ്. നമ്മുടെ മൂല്യങ്ങൾ, അതുപോലെ തന്നെ നോംസ്, രീതികൾ, ഇതൊക്കെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട്, അപ്പോൾ ഏത് ലിമിറ്റിലാണ് ഡിഫൈൻ ദ ലിമിറ്റ് ഓഫ് ആക്സെപ്റ്റബിൾ കണ്ടക്റ്റ്, നമ്മൾ ഏത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കണ്ടക്റ്റിൻ്റെ ലിമിറ്റ് ഏതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഈ സോഷ്യൽ ഫങ്ഷനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ക്ലാരിഫയിങ് മോറൽ ബൗണ്ടറീസ്, പ്രൊമോട്ടിംഗ് സോഷ്യൽ കൊഹെഷൻ. ഇപ്പോൾ മാത്രമല്ല നോക്കാം രണ്ടാമത്തെ പോയിന്റ്, ദ കളക്റ്റീവ് റിയാക്ഷൻ ടു ക്രൈം സച്ച് ആസ് ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ്. ദ കളക്റ്റീവ് റിയാക്ഷൻ ടു ക്രൈം സച്ച് ആസ് ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് സ്ട്രെങ്തൻസ് ദ കമ്മ്യൂണിറ്റി ബോണ്ട്സ് ആൻഡ് എ ഷെയർഡ് മോറൽ ഫ്രെയിംവർക്ക്. സോഷ്യൽ കൊഹേഷൻ, സാമൂഹിക ദൃഢതയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കലക്റ്റീവ് റിയാക്ഷൻ ടു ക്രൈം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു കലക്റ്റീവ് റിയാക്ഷൻ സച്ചസ് ലോ, അത് ഏതൊക്കെയാണ് വരുന്നത്? പബ്ലിക്കിൻ്റെ ഔട്ട്റേജ് കാണാം, അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ ദേഷ്യമുണ്ടാകാം ആ ക്രൈം ചെയ്യുന്ന വ്യക്തിയോട്. അതുപോലെ തന്നെ ലോ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്, നിയമം പ്രാബല്യത്തിൽ വരുന്നുണ്ട്, പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുണ്ട്? സാമൂഹിക ബന്ധങ്ങൾ ദൃഢീകരിക്കുന്നുണ്ട്. Providing a safety valve, next point. Crime can serve an outlet for social frustration and tension, preventing more serious upheavals or unrest. അതായത് സാമൂഹികമായ പ്രതിസന്ധികളെ, അല്ലെ പ്രശ്നങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്രൈം തടയുന്നതിലൂടെ, അല്ലെങ്കിൽ ക്രൈം ചെയ്ത വ്യക്തികൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിലൂടെ ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോയിൻറ്റ്. പ്രൊവൈഡിങ് എ സേഫ്റ്റി വാൾവ് ടു ദ സൊസൈറ്റി ആൻഡ് എൻകറേജിങ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോൾ, സാമൂഹിക നിയന്ത്രണത്തെ എൻകറേജ് ചെയ്യുന്നു. ക്രൈം ഇല്ലാതാക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ക്രിമിനൽസിന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിലൂടെ സോഷ്യൽ കൺട്രോളിനെ എൻകറേജ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് ക്രൈം അക്കോർഡിംഗ് ടു ദ ഫങ്ഷണാലിസ്റ്റ് തിയറീസ്. അപ്പോൾ ഫങ്ഷണാലിസ്റ്റ് തിയറീസ് എന്ന് പറയുമ്പോൾ അവർ ഫങ്ഷൻസിനെയാണ് സ്ട്രെസ് ചെയ്യുന്നത്, സോഷ്യൽ ഫങ്ഷൻസിനെയാണ് സ്ട്രെസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ കാണാം ഫങ്ഷണൽ ആയിട്ടുള്ള അപ്രോച്ചാണ്, സമീപനമാണ്, അല്ലെങ്കിൽ അതിലൂടെ, ആ സമീപനത്തിലൂടെയാണ് ഈ 4 പോയിൻറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നത്. ഓക്കെ, സോ ദീസ് 4 points to be focused. And now the next question is third one. Detail the Marxian perspectives of crime. Page number 38. പേജ് നമ്പർ 38 അത് കൊടുത്തിരിക്കുന്നത്. മാർക്സിയൻ പെർസ്പെക്റ്റീവ്. എന്താണ് ക്രൈമിൻ്റെ മാർക്സിയൻ പെർസ്പെക്റ്റീവ്? അത് മാർക്സിയൻ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കാൾ മാർക്സ് ആണ്. കാൾ മാർക്സിൻ്റെ സമീപനം എന്താണ് ക്രൈമിനെക്കുറിച്ച്? ഇപ്പോൾ മാർക്സിയൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല ബുക്കുകളിലും, അതായത് മറ്റ് പല കോഴ്സുകളിലും മാർക്സിയൻ പെർസ്പെക്റ്റീവ് പഠിക്കുന്നുണ്ട്. മാർക്സിയൻ പെർസ്പെക്റ്റീവിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ദ കോൺഫ്ലിക്റ്റ് ഇൻ ബിറ്റ്വീൻ ദ പ്രോലറ്റാരിയറ്റ് ആൻഡ് ബൂർഷ്വാസി എന്നുള്ളതാണ്. അതായത് ഇക്കണോമിക് സ്റ്റൈൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ. ദ കോൺഫ്ലിക്റ്റ് ഇൻ ബിറ്റ്വീൻ ദ പ്രോലറ്റാരിയറ്റ് ആൻഡ് ബൂർഷ്വാസി, ഈ 2 വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പ്രോലറ്റാരിയറ്റ് എന്ന് പറയുമ്പോൾ തൊഴിലാളി വർഗവും, ബൂർഷ്വാസി എന്ന് പറയുമ്പോൾ മുതലാളി വർഗവും, ഇവർ തമ്മിലുള്ള സംഘട്ടനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ സംഘട്ടനം എന്ന് പറയുമ്പോൾ ഈ ലേബറേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലോയിറ്റേഷൻ, ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ക്രൈമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് എഴുതി വെക്കാം. ഓക്കെ, നമുക്കിവിടെ നോക്കാം. അക്കോർഡിംഗ് ടു മാർക്സ്, പേജ് നമ്പർ 38 ആണ്. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു മാർക്സ്, social inequalities and class divisions inherent in capitalist systems create conditions and foster crime. ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലെ, അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലെ സാമൂഹിക അരാജകത്വങ്ങൾ, അതുപോലെ അസന്തുലിതാവസ്ഥ, ഇതൊക്കെ ക്രൈമിനെ, കുറ്റകൃത്യങ്ങളെ ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഹി കണ്ടൻറ്റഡ് ദാറ്റ് ദ ഇക്കണോമിക് സ്ട്രക്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, എക്സ്പ്ലോയിറ്റേഷൻ, അലിയനേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ക്രിമിനൽ ബിഹേവിയർ ആസ് ഇൻഡിവിജ്വൽ സീക്ക് ഓൾട്ടർനേറ്റീവ് മീൻസ് ടു അഡ്രസ് ഇക്കണോമിക് ഡിസ്പാരിറ്റീസ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ എക്കണോമിക് വ്യൂ പോയിൻ്റാണ് കറക്റ്റ് ക്രൈമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ എന്തുണ്ട്? അതായത് തൊഴിലാളി മുതലാളി അന്തരങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായ അസമത്വങ്ങളുണ്ട്. ആ അസമത്വങ്ങളാണ് വ്യക്തികളെ ഏതിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്നത്? ക്രൈമിലേക്ക് നയിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സോ ആക്ച്വലി ദിസ് ഇക്കണോമിക് ഡിസ്പാരിറ്റി വിച്ച് ലീഡ്സ് ടു പോവേർട്ടി, ഇക്കണോമിക് ഡിസ്പാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? അത് പോവേർട്ടിയും ഉണ്ട്, ദാരിദ്ര്യമുണ്ട്. ഇപ്പോൾ സോ മാസസ് പുവർ മാസ്, അതായത് ദരിദ്രരായ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രൈമിലേക്ക് പോകും. ഇതിൻ്റെ റിസൾട്ടായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഇപ്പോൾ ഇക്കണോമിക് ഇൻഈക്വാലിറ്റി, പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെയാണ് ഏതിലേക്ക് വരുന്നത്? ക്രൈമിലേക്ക് വരുന്നത് എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ അത് നമ്മൾക്കറിയാം, അന്നത്തെ ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതായത് വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിലുള്ള ക്രൈംസൊക്കെ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഏതിൽ നിന്നാണ്? ഇക്കണോമിക് ഡിസ്പാരിറ്റിയാണ്, പോവേർട്ടി, ദാരിദ്ര്യത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് കാണാൻ നമുക്ക് സാധിക്കും. സോ ഹിസ് എക്സ്പ്ലനേഷൻ ഈസ് ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് ടൈം ഇറ്റ് വാസ് കറക്റ്റ്, അത് കറക്റ്റാണ്. പക്ഷേ ഇന്നും നമ്മൾക്ക് പോവേർട്ടിയിൽ നിന്നുള്ള ക്രൈംസ് നമുക്ക് കാണാൻ സ്റ്റീലിങ്, റോബറിയൊക്കെ പോവേർട്ടിയിൽ നിന്ന് ഉള്ള ക്രൈംസാണ്. അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കോൺറ്റംപററി സൊസൈറ്റിയിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. മാസിയൻ പെർസ്പെക്റ്റീവ് ഓഫ് ക്രൈം അത് എത്രത്തോളം നമ്മളുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് സെൽഫ് അനാലിസിസ് നടത്തുമ്പോൾ യു ക്യാൻ റൈറ്റ് എക്സാമിനേഷൻ ഇൻ എ വെരി ഡീറ്റെയിൽ വേ. ഓക്കെ, and now the next one, the next question is explain Enrico Ferri's classification of criminals. പേജ് നമ്പർ 34-ൽ ക്രിമിനൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ആര്? നമ്മളുടെ ഫെറി. ആരാണ് ഫെറി? എൻറിക്കോ ഫെറി. എൻറിക്കോ ഫെറി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റാലിയൻ പാർലമെൻറ്റിലെ ഒരു MP ആയിരുന്നു, ലോയറാണ്, എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പറാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ സോഷ്യോളജിയിൽ ക്രൈമിനെക്കുറിച്ച്, ക്രിമിനൽ സോഷ്യോളജിയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്, കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ ഹീസ് കോൾഡ് ദ ഫാദർ ഓഫ് ക്രിമിനൽ സോഷ്യോളജി. ക്രിമിനൽ സോഷ്യോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഈ മഹാനായ എൻറിക്കോ ഫെറി എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്ലാസിഫിക്കേഷൻ, ഇദ്ദേഹം ക്രൈമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എൻറിക്കോ ഫെറി. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ 5 ഫോൾഡ് ക്ലാസിഫിക്കേഷനാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ബോൺ ക്രിമിനൽസ് ആണ്. നെക്സ്റ്റ് വൺ ഒക്കേഷണൽ ക്രിമിനൽസ് ആണ്. നെക്സ്റ്റ് വൺ പാഷനേറ്റ് ക്രിമിനൽസ്. നെക്സ്റ്റ് വൺ ഇൻസെയിൻ ക്രിമിനൽസ് ആൻഡ് ദ ഹാബിച്വൽ ക്രിമിനൽസ്. സോ യെസ്, ഹി ഹാസ് ക്ലാസിഫൈഡ് ദ ക്രിമിനൽസ് ഇൻ ടു 5 ഫോൾഡ് ഓർ 5 ഡിഫറെൻറ്റ് കാറ്റഗറീസ്. സോ നമുക്ക് നോക്കാം. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. വിനയ് സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ബോൺ ക്രിമിനൽസ്. ഹു ആർ ദീസ് ബോൺ ക്രിമിനൽസ്? ആർ ആക്ച്വലി ബോൺ ക്രിമിനൽസ് ആർ ദ പേഴ്സൺസ് ബോൺ വിത്ത് സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് പ്രീഡിസ്പോസ് ദം ടു കമ്മിറ്റ് ക്രൈം. സോ ബോൺ ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽസ് ആയിട്ട് തന്നെ ജനിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരിലുള്ള ഈ പ്രീഡിസ്പോസിഷൻസ്, അതുപോലെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്താണ്? ക്രിമിനൽ ആയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ സീസറോ ലംബ്രസോ ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇറ്റാലിയൻ സോൾജിയേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത് ക്രൈമിന് വേണ്ടിയിട്ട്. ഫാദർ ഓഫ് മോഡേൺ ക്രിമിനോളജിയാണ് സീസറോ ലംബ്രസോ. അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഫേഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അദ്ദേഹം ഇപ്പോൾ ലോങ് ജോ, അതുപോലെ തന്നെ എന്താണ് ഫേസിലുണ്ടാകുന്ന ചേഞ്ചസ്, ആ ഫേസിൻ്റെ ട്രെയ്റ്റ്സ് നോക്കിയിട്ട് അദ്ദേഹം ക്രിമിനാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഫിസിയോളജിക്കലായിട്ട് തന്നെ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ബോൺ ക്രിമിനൽസ് എന്ന് പറയുന്നുണ്ട്. ബോൺ ക്രിമിനൽസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എൻറിക്കോ ഫെറി പറയുന്നത് എന്താണ്? സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രീഡിസ്പോസ് ദം ടു കമ്മിറ്റ് ക്രൈം. അവരിൽ ഉള്ള ഇപ്പോൾ ബോൺ ക്രിമിനൽസ് ആണ്, അത് ക്രിമിനൽസ് ആയിട്ട് തന്നെ ജനിക്കുന്നു എന്നാണ് പറയുന്നത്. ക്രിമിനൽ ബിഹേവിയർ അവർക്ക് എന്താണ്? അവരുടെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയിരിക്കുന്നു, ക്രോമസോം വഴി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ബോൺ ക്രിമിനൽസ്. ഒക്കേഷണൽ ക്രിമിനൽസ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും കുറ്റം ചെയ്യുന്നവരാണ്. കമ്മിറ്റ് മൈനർ ഇൻസിഗ്നിഫിക്കൻറ്റ് ക്രൈംസ്, അത് മൈനറായിട്ടുള്ള അപ്രാധാന്യമുള്ള ക്രൈംസാണ് ചെയ്യുന്നത്. നോട്ട് ബിക്കോസ് ഓഫ് ദെയർ പേഴ്സണാലിറ്റി, അത് അങ്ങനെ ബോൺ ഐഡൻറ്റിറ്റി ഒന്നും അവർക്കില്ല, ബട്ട് ഡ്യൂ ടു സർക്കംസ്റ്റാൻസ് ഫാക്ടേഴ്സ്. അപ്പോൾ സർക്കംസ്റ്റാൻസ് ഫാക്ടേഴ്സ് കൊണ്ടാണ് അവർ ആ ക്രൈം ചെയ്യുന്നത് അല്ലേ? എന്താ സർക്കംസ്റ്റാൻസ് ഫാക്ടേഴ്സ്? നമുക്ക് കാണാം, വിശപ്പ് കൊണ്ട് ചിലപ്പോൾ എന്താണ് ബ്രെഡ് മോഷ്ടിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ സർക്കംസ്റ്റാൻസ്, ദാറ്റ് ഇസ് എൻ ഒക്കേഷണൽ ക്രിമിനൽസ്. ആൻഡ് പാഷനേറ്റ് ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ഒരു രസത്തിന് വേണ്ടിയിട്ട്, ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഒരു രസത്തിന് വേണ്ടി ക്രൈം ചെയ്യുന്നവരുണ്ട്, അവരാണ് ആ കാറ്റഗറിയിൽ വരുന്നത്, പാഷനേറ്റ് ക്രിമിനൽസ്.
അദ്ദേഹം നടത്തിയ എംപിരിക്കൽ സ്റ്റഡി റിസർച്ച് നടത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പാഷനേറ്റ് ക്രിമിനൽസ്. ആൻഡ് നൗ ഇൻസെയിൻ ആണ് അടുത്ത കാറ്റഗറി. ഇൻസെയിൻ ക്രിമിനൽസ്, എ പേഴ്സൺ കമ്മിറ്റിംഗ് ക്രൈം ഡ്യൂ ടു സീരിയസ് മെൻ്റൽ ഇൽനെസ്. അതായത് ഇൻസെയിൻ ആണ്. ഇൻസെയിൻ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഇൽനെസ് കാരണം ക്രൈം നടത്തുന്ന കാറ്റഗറിയാണ് ഇൻസെയിൻ ക്രിമിനൽസ്. ആൻഡ് ഹാബിച്വൽ ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വാഭാവികം എപ്പോഴും എന്താണ് ഈ ക്രിമിനൽ ആക്ട് പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നവരെയാണ്. അപ്പോൾ ഇവരെ അങ്ങനെ ഹാബിച്വൽ ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും അവരെ വി കനോട്ട് സംടൈംസ് ഡിറ്റർ ദം ഇൻ കമ്മിറ്റിംഗ് ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവരെ ഡിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. റിഫോർമേഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ഈസ് നോട്ട് പോസിബിൾ റിഗാർഡിംഗ് ദിസ് ഹാബിച്വൽ ക്രിമിനൽസ്. ഇവരിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. So such type of criminals are the fifth category according to Enrico Ferri. So yes, these are the 5 different categories of criminals on the base of our Enrico Ferri, who is actually known as എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് പറയുന്നത് ഫാദർ ഓഫ് ക്രിമിനൽ സോഷ്യോളജി എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ the next question is fifth one. Explain the learned criminal behavior. This is a very good question. Explain the learned criminal behavior. എന്താണ് ഈ ലേൺഡ് ക്രിമിനൽ ബിഹേവിയർ എന്ന് പറയുന്നത്? പേജ് നമ്പർ 15 ഫോക്കസ് ചെയ്യാം. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ആൻഡ് ഐ തിങ്ക് യു ക്യാൻ റിവ്യൂ ദിസ്. വാട്ട് ഈസ് എ ലേൺഡ് ക്രിമിനൽ ബിഹേവിയർ? ക്രിമിനൽ ബിഹേവിയർ ഈസ് ലേൺഡ് സംടൈംസ്. എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്യാതെ ഒരു ക്രിമിനൽ ബിഹേവിയർ ലേൺ ചെയ്യുന്നു. ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഫാദറോ മദറോ ചെയ്യുന്ന ഒരു ക്രിമിനൽ ആക്ട് അത് കണ്ട് പഠിക്കുവാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലേൺഡ് ക്രിമിനൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലയിടത്ത് ക്രൈം ആസ് എ നോമായിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ചൈൽഡ് ഹു വിറ്റ്നസ് എ പാരൻറ്റ് യൂസിങ് വയലൻസ് ടു റിസോൾവ് കോൺഫ്ലിക്ട്സ്. കോൺഫ്ലിക്റ്റ് സംഘടനകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വയലൻസാണ് റിസോർട്ട് ചെയ്യുന്നതെങ്കിൽ, വയലൻസാണ് എടുക്കുന്നതെങ്കിൽ കുട്ടി അത് കാണുന്നു. കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി എന്താ ചിന്തിക്കുന്നത്? ആ ബിഹേവിയർ ലേൺ ചെയ്യുന്നു. അതായത് വാട്ട് ഈസ് ദ ലേൺഡ് ബിഹേവിയർ? വി ഷുഡ് ടേക്ക് റിസോർട്ട് വയലൻസ് ടു റിസോൾവ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. ഒരു സംഘടന ഇല്ലാതാക്കുന്നതിന് വേണ്ടി, പ്രശ്നം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വയലൻസാണ് മെത്തേഡെന്ന് ആ കുട്ടി ലേൺ ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലേൺഡ് ക്രിമിനൽ ബിഹേവിയർ. Violence as a criminal. And as being praised for may learn that aggression is an effective means to gain control or solve problems. കുട്ടി എന്താണ് കാണുന്നത്? അഗ്രഷൻ എന്ന് പറയുന്നത് വയലൻസ് എന്താണ്? അതായത് പ്രശ്നം സോൾവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനോ അഗ്രഷനാണ് നല്ലത് എന്നാണ് ആ കുട്ടി ലേൺ ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലേൺ ക്രിമിനൽ ബിഹേവിയർ. And now violence as a learned behavior. Violence ഒരു learned behavior ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ you can see some adolescents are resorting violence. How they are getting such a tendency to resort to violence? Because of media exposure. മീഡിയയിൽ നിന്നാണ് അവർക്കത് കിട്ടുന്നത്. എപ്പോഴും ഈ വയലൻസ് ഉള്ള മൂവീസൊക്കെ തന്നെ കാണുമ്പോൾ ഒരു ബിഹേവിയർ അവർ ലേൺ ചെയ്യുന്നത്. they are having a tendency to resort to violence in the streets or when they are in a group. ഒരു ഗ്രൂപ്പിലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്ട്രീറ്റിലാണെങ്കിൽ അവർ വയലൻസ് എടുക്കാനുള്ള അല്ലെ അക്രമം കാണിക്കാനുള്ള ഒരു പ്രവണത is a learned behavior. That's all. Okay, and now the next question is learned criminal behavior. Explain the criteria for focusing for constituting a crime. Criteria, see the next one. The criteria for constituting a crime. അത് പേജ് നമ്പർ 16 ആണ്. ക്രൈം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? കുറച്ച് ടഫാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഞാനിങ്ങനെ താല്പര്യത്തോടു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിനോടൊരു ഇഷ്ടം കാണിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് എഴുതാൻ വേണ്ടി പറ്റൂ. സോ നമുക്ക് നോക്കാം. ഇതിൽ ക്രൈം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്രൈറ്റീരിയ, മാനദണ്ഡം എന്താണ്? 4 ക്രൈറ്റീരിയ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഫോർ എൻ ആക്ട് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം ഇറ്റ് മസ്റ്റ് മീറ്റ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. ദ ഫസ്റ്റ് വൺ ആക്ട് ആണ്. ഒരു ആക്ട് ഉണ്ടാവണം അല്ലേ? ആക്ട് മീൻസ് ഒമിഷൻ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം. ആക്ടസ് റിയസ് എന്നാണ് പറയുന്നത് ആക്ട്. അതുപോലെ തന്നെ എന്തുണ്ടാവണം? ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം. മെൻസ് റിയ കേട്ടിട്ടുണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞു. ഒരു ഗിൽറ്റി മൈൻഡ്. ഒരു മെൻസ് റിയ ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് എ ക്രൈം. ക്രൈം റിക്വയേഴ്സ് ക്രിമിനൽ ഇൻറ്റൻറ്റ്. ഒരു ക്രിമിനൽ ഇൻറ്റൻറ്റ് ഉണ്ടായിരിക്കണം. ആക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു ക്രിമിനൽ ഇൻറ്റൻറ്റ് ഉണ്ടായിരിക്കണം. ഇൻറ്റൻറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ക്രൈം ആവില്ല അല്ലെ? എനിക്ക് ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ട്, ഇൻറ്റൻറ്റ് ഉണ്ട്. ദസ് മീൻ മെൻസ് റിയ ഓർ ഗിൽറ്റി മൈൻഡ് ഉണ്ട്.
അതേസമയം ഞാനത് ആക്ട് ചെയ്യുന്നില്ല, സോ ഇറ്റ്സ് നോട്ട് എ ക്രൈം, അതൊരു ക്രൈമല്ല. പക്ഷേ ആക്ട് കൂടി ഉണ്ടായിരിക്കണം, ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം, ആക്ട് ഉണ്ടായിരിക്കണം. ആക്ട് മീൻസ് ആക്ടസ് റിയസ് ആൻഡ് ദെൻ ഇൻറ്റൻഷൻ മീൻസ് മെൻസ് റിയ. ഓക്കെ, ഇത് രണ്ട് തീർന്നിട്ടില്ല. പിന്നെ എന്താണ് പ്രൊഹിബിറ്റഡ് അണ്ടർ ലോ, ദ ആക്ട് ഷുഡ് ബി. മാത്രമല്ല ആ ആക്ട് ലോ സപ്പോർട്ട് ചെയ്താൽ അത് ക്രൈം ആവില്ല. ഒരു റോബറി എന്ത് ചെയ്യുന്നുണ്ട്, ലോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ക്രൈം. റോബറി ആളില്ലാത്ത സമയത്ത് ഒരു വീട്ടിൽ കയറിയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് അതൊരു ക്രൈം ആകുന്നത് എപ്പോഴാണ്, അത് ലോ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ്. അപ്പോൾ അത് പ്രൊഹിബിഷൻ ആയിരിക്കണം, പ്രൊഹിബിറ്റഡ് അണ്ടർ ലോ അല്ലേ. ഒരു വ്യക്തിക്ക് ആ ആക്ട് ഉണ്ടാവണം, ആ മാനസിക മെൻ്റൽ സിറ്റുവേഷൻ ഉണ്ടാവണം, എന്ന് പറഞ്ഞാൽ ആ മൈൻഡ് ഓർ ഇൻറ്റൻഷൻ ഉണ്ടാവണം, വീട്ടിൽ കയറാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടാവണം, അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. ആ ഇൻറ്റൻഷൻ എന്തായിരിക്കണം, ലോ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കണം, നിയന്ത്രിച്ചിരിക്കണം. മാത്രമല്ല അത് പണിഷ് ചെയ്യപ്പെടുന്ന ഒരു സംഭവം കൂടിയായിരിക്കണം. സോ ദീസ് 4 ക്രൈറ്റീരിയ, ക്രൈം ക്രൈറ്റീരിയ, ഇതൊക്കെ ഉണ്ടെങ്കിലേ ക്രൈം ആകുന്നുള്ളൂ, അല്ലെങ്കിൽ എന്തല്ല ക്രൈമല്ല. സോ ആക്ട് മെൻസ് ആക്ടസ് റിയസ്, മെൻസ് റിയ, പ്രൊഹിബിറ്റഡ് അണ്ടർ ലോ ആൻഡ് പണിഷ്മെൻറ്റ്. ഈ 4 points actually constitute the criteria for a crime. And now what do you mean by deviance and delinquency? ഇത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡീവിയൻസും ഡെലിക്വൻസിയും? പേജ് നമ്പർ 7 കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഡീവിയൻസ് ആൻഡ് ഡെലിക്വൻസി? ടെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വിൽ എക്സ്പ്ലെയിൻ ദ ആൻസർ. Deviance and delinquency. Deviance refers to actions or behavior that deviate from social norms. സാമൂഹിക ആശയങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ മെനഞ്ഞു വെച്ച ചില രീതികളുണ്ട്, അതിൽ നിന്ന് വ്യതിചലിക്കുന്നതിനെയാണ് ഡീവിയൻസ് എന്ന് പറയുന്നത്. ഇൻ ക്രിമിനോളജി ഇറ്റ് മീൻസ് ബിഹേവിയർ ദാറ്റ് വയലേറ്റ് സോഷ്യൽ നോംസ്, വാല്യൂസ് ഓർ എക്സ്പെക്റ്റേഷൻസ്. സാമൂഹികമായ നോംസ്, വാല്യൂസ് അല്ലെ പ്രതീക്ഷകൾ ഒക്കെ എന്താണ് വയലേറ്റ് ചെയ്യുക, സാമൂഹിക നോംസ്, വാല്യൂസ് ഒക്കെ വയലേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ്, അങ്ങനെയുള്ളൊരു ബിഹേവിയറിനെയാണ് എന്ത് പറയുന്നത്, ഡീവിയൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു ചീത്ത പറയുന്നു, അതൊരു ഡീവിയൻസിയാണ്. നമ്മൾ കാരണം സോഷ്യൽ നോം പ്രകാരം എന്തില്ല, അത് ഒരു അക്സെപ്റ്റബിൾ അല്ല, സോഷ്യൽ വാല്യൂ പ്രകാരം അത് അക്സെപ്റ്റബിൾ അല്ല. ഡീവിയൻസ് മേ ബി ഓഫ് 2 types. 2 രീതിയിലുള്ള ഡീവിയൻസ് ഉണ്ട്. എന്താണ് ഫോർമൽ ഡീവിയൻസ് ആൻഡ് ഇൻഫോർമൽ ഡീവിയൻസ്? നോക്കുക, പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഫോർമൽ ഡീവിയൻസ് ആൻഡ് ഇൻഫോർമൽ ഡീവിയൻസ്. ഫോർമൽ ഡീവിയൻസ് കൺസിസ്റ്റ് ഓഫ് ആക്ഷൻസ് ഓർ ബിഹേവിയർ ദാറ്റ് വയലേറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ലോസ്. അതായത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുന്ന ഒരവസ്ഥയാണെന്ത് പറയുന്നത്, അതായത് ഫോർമൽ ഡീവിയൻസ് എന്ന് പറയുന്നത്. ഹൗസ് ബ്രേക്കിംഗ് ആവാം, ഹൗസ് ബ്രേക്കിംഗ് ഒരു എന്താണ് ലോ വയലേറ്റ് ചെയ്യുന്നത്. ഇൻഫോർമൽ ഡീവിയൻസ് മീൻസ് ആക്ഷൻസ് ഓർ ബിഹേവിയർ ദാറ്റ് വയലേറ്റ് സോഷ്യൽ കോഡ് ഓഫ് കണ്ടക്റ്റ്. ഇപ്പോൾ സോഷ്യൽ കോഡ് ഓഫ് കണ്ടക്റ്റ്, ഇപ്പോൾ സാമൂഹികമായ എന്തുണ്ട്, കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്, നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗോസിപ്പ് ചെയ്യുന്നത്, ഗോസിപ്പിംഗ് എന്താണ്, ഒരു ഇൻഫോർമൽ ഡീവിയൻസ് ആണ്. പക്ഷേ ഫോർമൽ ഡീവിയൻസ് എന്താണ്, പണിഷബിളാണ് എന്നുള്ളതാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഫോർമൽ ഡീവിയൻസ്. സോ അറ്റ് ദ സെയിം ടൈം ഡെലിക്വൻസി, എന്താ ഡെലിക്വൻസി എന്ന് പറയുന്നത്, ഇറ്റ്സ് ജനറലി സീൻ എസ് ആൻറ്റി സോഷ്യൽ ആൻഡ് ഇല്ലീഗൽ ആക്ഷൻസ് ഓഫ് യൂത്തിൻ്റെ ആൻറ്റി സോഷ്യൽ ആൻഡ് ഇല്ലീഗൽ ആക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്, ഡെലിക്വൻസി എന്ന് പറയുന്നത്. സോ ഇതിലെന്തൊക്കെ ഉൾപ്പെടാം, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. ഇപ്പോഴത്തെ ആൻറ്റി സോഷ്യൽ ആക്ഷൻസ് ഓഫ് യൂത്ത്, സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട്, സെക്ഷുവാലിറ്റി ഉണ്ട്, സെല്ലിങ് ഡ്രഗ്സ് ഉണ്ട്, ഷോപ്പ് ലിഫ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ് കട്ടിങ്, ഇതൊക്കെ ഏതിലേക്ക് വരുന്നുണ്ട്, ഡെലിക്വൻസിയിലേക്ക് വരുന്നുണ്ട്. So what are the actually factors? As per the Marxian perspective, we can say the factors account for delinquency. എന്തായിരിക്കാം, മാർസിയൻ പെർസ്പെക്റ്റീവ് പ്രകാരം ഈ ഡെലിക്വൻസിയുടെ യൂത്തിലുള്ള ഈ ഡീവിയേഷൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, ഫാമിലി ഇഷ്യൂസ്, പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആണ് ഇതിൻ്റെ കാരണങ്ങൾ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ദെൻ എക്സ്പ്ലനേഷൻ ഫോർ ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡെലിക്വൻസ് ആൻഡ് ഡീവിയൻസി. ഡീവിയൻസി 2 ടൈപ്പ് ഉണ്ട്. വയലേഷൻ ഓഫ് സോഷ്യൽ നോംസ് ആണ് 2 ടൈപ്പ് ഉണ്ട്, ഫോർമൽ ഡീവിയൻസി ആൻഡ് ഇൻഫോർമൽ ഡീവിയൻസി. ആൻഡ് നൗ മെൻഷൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ്. ഓക്കെ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഡീറ്റെയിൽഡ് ലേൺ. സോ പേജ് നമ്പർ 5 ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ നമ്മളടുത്ത ക്രാഷ് കോഴ്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഓക്കെ, സോ എന്നിരുന്നാലും ഞാൻ പറയാം, ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയും. വാട്ട് ഈസ് ദിസ് ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്? ക്രിമിനൽ ജസ്റ്റിസ് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് പ്രിവെൻഷൻ ഓഫ് ക്രൈം ആണ്. ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ്,
ക്രൈം പ്രിവെൻഷനാണ്. ദെൻ ക്രൈം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ക്രൈം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇനി ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാലോ എന്താണ്? പണിഷ്മെൻ്റാണ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പണിഷ്മെൻറ്റ്, അതുപോലെ തന്നെ എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റിയാണ്. ഇങ്ങനെ 3 ലൈനായിട്ട് നമുക്കതിനെ കാണാം. ക്രൈം ഇല്ലാതാക്കുക, ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? പണിഷ് ചെയ്യുക, കൾപ്രിറ്റ്സിനെ പണിഷ് ചെയ്യുക, ജസ്റ്റിസ് ടു കൾപ്രിറ്റ്സിനെ പണിഷ് ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി റിസൾട്ട് എന്താണ്? വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റിസ് ടു വിക്ടിംസ്, ഇരകൾക്ക് നീതി, ജസ്റ്റിസ് ടു വിക്ടിംസ്. ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷ, ഫർദർ ഡിറ്ററൻസ് ഓഫ് ദ ഫർദർ ഒക്വറൻസ് ഓഫ് ക്രൈം, അതായത് ഇനി അത്തരം എന്താണ്? ക്രൈംസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു അഷുറൻസ്. അപ്പോൾ അതൊക്കെയാണ് ഇത് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഭാഗം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇൻക്ലൂഡ് ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്രൈം, മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ, പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിക്ടിംസ്, ആസ് വെൽ ആസ് ദ പണിഷ്മെൻറ്റ് ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് ദോസ് അഡ്ജുഡ് ഗിൽറ്റി ഓഫ് കമ്മിറ്റിംഗ് ദ ക്രൈം. അതായത് പണിഷ്മെൻറ്റ് മാത്രമല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 3rd 4th ബ്ലോക്ക് എടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് റിഫോർമേഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് ദ ക്രിമിനൽസ്, അതുകൂടെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഏതിൽ? ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ. And now the next question is, what do you mean by criminal psychoneuropathology? ക്രിമിനൽ സൈക്കോന്യൂറോപാത്തോളജി എന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്രിമിനൽ സൈക്കോന്യൂറോപാത്തോളജി എന്ന് പറയുന്നത് ചില മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഏതിലേക്ക് വരുന്നുണ്ട്? ക്രിമിനാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ക്രിമിനൽ സൈക്കോന്യൂറോപാത്തോളജി. ദ ഫാക്ടേഴ്സ് ലൈക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി ഓർ അതർ മെൻ്റൽ കോൺഫ്ലിക്ട്സ്, ഇതൊക്കെ ക്രിമിനാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. മാർസിയൻ പെർസ്പെക്റ്റീവ് പ്രകാരം ഇത് മാത്രമല്ല, നമ്മളുടെ ഇക്കണോമിക് പ്രോബ്ലംസ് മാത്രമല്ല, ഇൻഡിവിജ്വൽ പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഏതിൽ? ക്രിമിനൽ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കോസേഷൻ ഓഫ് ക്രൈം ഉണ്ട്, അവിടെ ക്രൈം കമ്മിറ്റ് ചെയ്യും. ഫ്രസ്ട്രേഷൻ വരുമ്പോൾ, ഡിപ്രഷൻ, മാനസിക പ്രശ്നമാണ്, ആങ്സൈറ്റി ഉണ്ടെങ്കിലൊക്കെ ക്രൈമിലേക്ക് വരാം. ഇതൊക്കെ പലതരത്തിലുള്ള ക്രൈമിലേക്ക് വരാം. സോ ഈ മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ക്രിമിനാലിറ്റിയിലേക്ക് വരുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്രിമിനൽ സൈക്കോന്യൂറോപാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ. നൗ ഡിഫൈൻ അറ്റാവിസ്റ്റ്, പേജ് നമ്പർ 33. പേജ് നമ്പർ 33 എന്താ അറ്റാവിസ്റ്റ് എന്ന് പറയുന്നത്? 33. സോ അറ്റാവിസ്റ്റ് ഈസ് എ കാറ്റഗറി ഓഫ് ക്രൈം കാറ്റഗറിയാണ്, ക്രിമിനൽ കാറ്റഗറി വിച്ച് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ, ആസ് ഐ ടോൾഡ് യു, ദ ഫാദർ ഓഫ് മോഡേൺ ക്രിമിനോളജി, സിസറെ ലാംബ്രസോ ആണ് ഈ കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 3 കാറ്റഗറീസാണ്. ഒന്ന് ക്രിമിനൽസിൻ്റെ കാറ്റഗറീസ്, അറ്റാവിസ്റ്റ്സ്, ഇൻസൈൻ ക്രിമിനൽസ്, ക്രിമിനലോയിഡ്സ്, വുമൺ ക്രിമിനൽസ്, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാറ്റഗറി. ഇതിൽ അറ്റാവിസ്റ്റ് എന്ന് പറയുന്നത് കണ്ടോ, ബോൺ ക്രിമിനൽസാണ്. ഇതിന് ഏതുമായിട്ട് സാമ്യമുണ്ട് അല്ലെ? ഏത് തന്നെയാണ് നമ്മളുടെ എൻറിക്കോ ഫെറി പറയുന്ന ബോൺ ക്രിമിനൽസ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കാറ്റഗറി. ഹെറിഡിറ്ററി ക്രിമിനൽസ് എന്ന് പറയുന്നത്, ഹെറിഡിറ്ററി ബിയോണ്ട്, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇവർ ഈ ഹെറിഡിറ്ററി ക്രിമിനൽസിന് എന്തില്ല, ദേ ആർ ബിയോണ്ട് റിഫോർമേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റാലിയൻ സൊസൈറ്റിയിലാണ് അദ്ദേഹം പഠനം നടത്തിയിരിക്കുന്നത്. ബിയോണ്ട് റിഫോർമേഷൻ, ഇവരെ നവീകരിക്കാനൊന്നും സാധ്യമല്ല. ഹെറിഡിറ്ററി ആയിട്ട് ഇവരെന്താണ്? ക്രിമിനൽസാണ്. അപ്പോൾ ആ ക്രിമിനൽ ട്രെയ്റ്റ്സ് ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു കാറ്റഗറിയാണ് ഇവർ. ദെർഫോർ ഇറ്റ് ഈസ് ദേ ആർ ആക്ച്വലി ബിയോണ്ട് റിഫോർമേഷൻ, ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പാണ് ഇവർ. അപ്പോൾ ഇങ്ങനെയാണ് ഇദ്ദേഹം ഈ ടൈപ്പ് ഓഫ് ക്രിമിനൽസിനെ കണ്ടെത്തിയിരിക്കുന്നത്. അറ്റാവിസ്റ്റ്സ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, ഓർ ഹെറിഡിറ്ററി ക്രിമിനൽസ്. ആൻഡ് നൗ അങ്ങനെ നമ്മളിവിടെ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ദ 10 മാർക്ക് ക്വസ്റ്റ്യൻസ്. സ്കോപ്പ് ഓഫ് ക്രിമിനോളജി, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. എന്താണ് ക്രിമിനോളജിയുടെ സ്കോപ്പ്? ക്രിമിനോളജിക്ക് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു 2 മിനിറ്റ് ചിന്തിച്ച് നോക്ക്. നമ്മൾക്ക് ക്രിമിനോളജി എന്ന് പറയുന്ന ഈ സയൻസിന് സ്കോപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ബിക്കോസ് ക്രിമിനാലിറ്റി ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദ കോൺടെമ്പററി സൊസൈറ്റി എന്ന് നമ്മൾക്ക് ആദ്യം എഴുതാം. നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ എന്തുണ്ട്? ക്രിമിനൽ ആക്ട്സ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിമിനോളജിക്ക് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ക്രിമിനോളജി ഫർദർ ഫ്യൂച്ചർ റിസർച്ച് ഇൻ ക്രിമിനോളജി ആസ് വെൽ ആസ് ദ അനാലിസിസ് ഓഫ് ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്.
കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ദ സ്കോപ്പ് ഓഫ് ക്രിമിനോളജി പേജ് നമ്പർ 10 ആണ്. ഒരു സിംഗിൾ പാരഗ്രാഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ബട്ട് എ ലോട്ട് ഓഫ് പോയിൻറ്റ്സ് ആക്ച്വലി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എ സെൻട്രൽ ഫോക്കസ് ഈസ് ക്രൈം പ്രിവെൻഷൻ ആൻഡ് ഇൻ്റർവെൻഷൻ. സോ ക്രിമിനോളജിയുടെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻട്രൽ ഫോക്കസ് എന്ന് പറയുന്നത് ക്രൈം പ്രിവെൻഷനാണ്. അതുപോലെ തന്നെ എന്താണ് അതിൽ ഇടപെടുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇൻ്റർവെൻഷൻ, ഇൻവോൾവിങ് സ്ട്രാറ്റജീസ് ടു ഡിറ്റർ ക്രിമിനൽ ആക്ടിവിറ്റി, തന്ത്രങ്ങൾ രൂപീകരിക്കുക, അതിനു വേണ്ടിയിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് തടയുന്നതിനുള്ള തന്ത്രങ്ങൾ, ആൻഡ് അഡ്രസ് പൊട്ടൻഷ്യൽ ഒഫൻഡേഴ്സ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ പൊട്ടൻഷ്യൽ ഒഫൻഡേഴ്സ് ഉണ്ട്. പൊട്ടൻഷ്യൽ ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ക്രിമിനോളജിയിൽ. ഹു ആർ ദീസ് പൊട്ടൻഷ്യൽ ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിബിൾ ഒഫൻഡേഴ്സാണ്. അതായത് ക്രിമിനൽ സൈക്കോളജിയുള്ള ആൾക്കാരെയാണ് ഈ പൊട്ടൻഷ്യൽ ഒഫൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ഈ ക്രിമിനോളജിയിലുള്ള ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു ക്രൈം ചെയ്ത് ഈ പൊട്ടൻഷ്യൽ ഒഫൻഡേഴ്സിന് ഒരു ക്രൈം ചെയ്തു എന്നുള്ള ന്യൂസ് കേട്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് വരുമ്പോൾ അത് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അതാണ് ഈ ഒരു ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അതാണ് പൊട്ടൻഷ്യൽ ഒഫൻഡേഴ്സ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഒഫൻഡേഴ്സിനെയും കണ്ടെത്തുക, അവർക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ ഡിറ്റർ ചെയ്യണം. ഈ ക്രൈം ചെയ്യുന്നതിനുള്ള തടയുന്നതിനുള്ള മാർഗ്ഗങ്ങൾ, ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് ഒക്കെ കൊടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ക്രിമിനോളജി. ദാറ്റ് ഈസ് വൈ ക്രിമിനോളജി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഇസ് എ സ്കോപ്പ് ഫോർ ക്രിമിനോളജി. ഇറ്റ് ഓൾസോ ഡെൽസ് ഇൻ ടു കോസസ് ഓഫ് ക്രൈം. മാത്രമല്ല ക്രിമിനോളജി ക്രൈമിൻ്റെ കോസസ് പഠിക്കുന്നുണ്ട്. സ്റ്റഡിങ് വൈ ഇൻഡിവിജ്വൽസ് എൻഗേജ് ഇൻ ക്രിമിനൽ ബിഹേവിയർ വൈൽ അതേഴ്സ് ടു നോട്ട്. കുറച്ച് പേര് എന്തുകൊണ്ട് ക്രിമിനൽ ബിഹേവിയറിൽ ഇൻവോൾവ് ആയി പോകുന്നു, ആൻഡ് ദ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ്, ആൻഡ് വാട്ട് ആർ ദ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. മാത്രമല്ല ഇതിൻ്റെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് ദ ക്രൈം ഈസ് വെരി റെലവൻറ്റ്. ഈ ക്രൈമിൻ്റെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ, സാമൂഹിക മനഃശാസ്ത്ര കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അതാണ് എൻ്റെ റിസർച്ച് കൂടി വരുന്നത്. എൻ്റെ PhD തീസിസ് തന്നെ ഈ സൈക്കോ സോഷ്യൽ റീസൺസ് ഓഫ് എ ക്രൈം വിച്ച് ഈസ് സൂയിസൈഡ് ഒരു ക്രൈമാണ്. അപ്പോൾ അതിൻ്റെ സൈക്കോ സോഷ്യൽ റീസൺസിലാണ് ഞാൻ എൻ്റെ റിസർച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സൈക്കോ സോഷ്യോളജി ഓഫ് യൂത്ത് സൂയിസൈഡാണ്. അപ്പോൾ സോ ഇറ്റ്സ് എ വെരി വാസ്റ്റ് ഏരിയയാണ്. നമ്മളിപ്പോൾ ഒരു ക്രൈമിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്ടിൻ്റെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ റീസൺസ് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി സ്പ്രെഡ്സ് ആസ് എൻ ഓഷ്യൻ. ഓക്കെ, സോ ഇതൊക്കെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കുക. ആൻഡ് ദെൻ this actually emphasizes criminology rehabilitation, advocates the establishment of centers and aid in reintegrating offenders. കഴിഞ്ഞ തേർഡ് യൂണിറ്റ് എടുക്കുമ്പോൾ, തേർഡ് ബ്ലോക്ക് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോർത്ത് ബ്ലോക്ക് എടുക്കുമ്പോൾ നമ്മളുടെ ക്രൈം പ്രിവെൻഷനാണ്. ക്രൈം പ്രിവെൻഷൻ പോലെ തന്നെ ക്രൈം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ പണിഷ്മെൻറ്റ് കൊടുക്കുക. ഈ കൾപ്രിറ്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ? റീഇൻറ്റഗ്രേഷൻ ടു സൊസൈറ്റിയിൽ പുനഃസംയോജിപ്പിക്കുന്നുണ്ട്. പ്രിസൺസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, റെസ്പോൺസിബിളായിട്ടുള്ള മെമ്പേഴ്സ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളത് കൂടി നമ്മളുടെ ഫങ്ഷനാണ് ഇതിൻ്റെ ക്രിമിനോളജിയുടെ, ഓർ അതർവൈസ് വി ക്യാൻ സേ ദ ഫങ്ഷൻ ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഓക്കെ, and now the next one is the field is very vital in detecting, investigating crimes, കണ്ടെത്തുന്നതിനും ക്രൈമിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനും, ആൻഡ് എയ്ഡിങ് ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ റീസൺസ് ബിഹൈൻഡ് ക്രിമിനൽ ആക്ട്സ്. ക്രിമിനൽ ആക്ട്സിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിന് ഒക്കെയുള്ള സ്റ്റഡി, അതൊക്കെ ആണ് ഏത് ക്രിമിനോളജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ദ ക്രിമിനോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ലാസ്റ്റ്ലി വി ക്യാൻ സേ വിച്ച് എൻകംപാസസ് ദ സ്റ്റഡി ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ക്രിമിനോളജിയിൽ. അപ്പോൾ നമ്മൾ അറിയാം എന്താണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന്, ഏതൊക്കെ പാരാമീറ്റേഴ്സ് ഓർ ആട്രിബ്യൂട്ട്സ് നമ്മളുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ ക്രിമിനോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കാം. And now, behavioral approaches of the crime. Explain the behavioral approach to crime. Crime-inde behavioral approach. What is the behavioral approach of the crime? Behavioral approach of the crime എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. Behavioral approach. So, ബിഹേവിയറൽ അപ്രോച്ച് നമ്മൾ മാർസിയൻ അപ്രോച്ച് ഓഫ് ദ ക്രൈം പഠിച്ചിട്ടുണ്ട്. ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ലേണിംഗ് ഓഫ് ബിഹേവിയർ ആണ്. ബിഹേവിയർ ലേൺ ചെയ്യുന്നു എന്നുള്ളതാണ് ബിഹേവിയറൽ അപ്രോച്ചിൽ പ്രധാനമായിട്ട് പറയുന്നത്.
വയലൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ, ഒരു സൊസൈറ്റിയിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ വയലൻസ് പഠിക്കുകയാണ് ചെയ്യുന്നത്. ആ വയലൻസ് പഠിക്കുന്നു. ഇറ്റ്സ് എ ബിഹേവിയറൽ അപ്രോച്ച് ഓഫ് ദ ക്രൈം. അതുപോലെ മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ. ഇപ്പോൾ നമുക്കറിയാം ഈ മോഡലിങ്ങും ഇമിറ്റേഷനും ഒക്കെ എന്താണ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ബിഹേവിയർ. മീഡിയയിലുള്ള മോഡലിങ്, അതുപോലെ ഇമിറ്റേഷൻ, ക്രൈം ഇമിറ്റേഷൻ, അതുപോലെ ക്രൈം മോഡലിങ് ഒക്കെ ഏത് ക്രൈമിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആൽബർട്ട് ബന്ദുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നൗ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഓൾസോ എ ഫാക്ടർ ക്യാൻ ബി കൺസിഡർഡ് എസ് എ ബിഹേവിയറൽ അപ്രോച്ച് ഓഫ് ക്രൈം. റീഇൻഫോഴ്സ് ചെയ്യുന്നു. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഒക്കേഴ്സ് വെൻ ബിഹേവിയർ റിസൾട്ട്സ് ഇൻ എ റിവാർഡ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതുപോലെ തന്നെ അഗ്രഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഈ രീതിയിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ബിഹേവിയർ ഫോർമേഷന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ദിസ് കറക്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് ക്യാൻ അവോയ്ഡ് ക്രൈംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോഷ്യലൈസേഷൻ ആൻഡ് എൻവയൺമെൻറ്റ്. സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അഗ്രസീവ് ആക്ട്സിലേക്ക് വരികയോ അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുട്ടികൾ വേറെ അഗ്രഷനോ അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് അസിമിലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ടൈപ്പ് സോഷ്യലൈസേഷൻ ഏതിലേക്ക് വരുന്നുണ്ട്, ക്രൈമിലേക്ക്. ഒക്കെ ബിഹേവിയറൽ ആസ്പെക്റ്റാണ്. അതുപോലെ തന്നെ എൻവയൺമെൻറ്റ്, നമ്മളുടെ എൻവയൺമെൻറ്റിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റീസ് നെഗറ്റീവ് ആകുമ്പോഴെന്താണ് അത് ക്രൈമിലേക്ക് വരാം. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏത് ബിഹേവിയറൽ അപ്രോച്ചിൽ. ലേണിംഗ് ബിഹേവിയർ, മോഡലിംഗ് ആൻഡ് ലിമിറ്റേഷൻ, റീഇൻഫോഴ്സ്മെൻറ്റ്, സോഷ്യലൈസേഷൻ, എൻവയൺമെൻറ്റ്, അൺലേണിംഗ് ആൻഡ് റീലേണിംഗ്. അൺലേണിംഗ് ആൻഡ് റീലേണിംഗ് എന്ന് പറയുന്നത്, സോ നെഗറ്റീവ് ബിഹേവിയർ ഷുഡ് ബി അൺലേൺഡ്. സോ വി മസ്റ്റ് ഹാവ് സച്ച് എ മെക്കാനിസം. വി നോ ദ എൻ്റയർ സ്കൂൾ സ്പെക്ട്രം ഓർ ദ കോളേജ് authorities are actually having a technique or tendency to make unlearning and relearning positive behaviors. അത് നെഗറ്റീവ് ബിഹേവിയേഴ്സിനെ അൺലേൺ ചെയ്യുകയും നമ്മൾ സ്കൂൾ സിസ്റ്റത്തിലാണെങ്കിലും കോളേജ് സിസ്റ്റത്തിലാണെങ്കിലും അത് കൊടുക്കുന്നുണ്ട്. നെഗറ്റീവ് ബിഹേവിയേഴ്സ് അൺലേൺ ചെയ്യുക. നമുക്ക് കൗൺസിലിംഗ് ടെക്നിക്സ്, കൗൺസിലിംഗ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, സ്കൂൾ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, സ്കൂൾ സൈക്കാട്രിസ്റ്റ്സ് ഉണ്ട്. ഒക്കെ ഇത്തരം പ്രോബ്ലംസ് കുട്ടികളിലൊക്കെ കാണുമ്പോൾ എന്താണ് അത് അൺലേൺ ചെയ്യുകയും പോസിറ്റീവ് ബിഹേവിയർ റീലേൺ ചെയ്യുകയും ചെയ്യുന്നുള്ള ടെൻഡൻസീസ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പോസിറ്റീവ് റോൾ മോഡൽസിനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുക, അങ്ങനെ പോസിറ്റീവ് ബിഹേവിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. സോ ദിസ് അപ്രോച്ച് ഈസ് വെരി വെരി റെലവൻറ്റ് റേദർ ദാൻ ദ മാർസിയൻ അപ്രോച്ചിനേക്കാൾ വളരെ റെലവൻ്റാണ് നമ്മളുടെ ഈ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. നെഗറ്റീവ് ബിഹേവിയേഴ്സ് ജനറലി വി ക്യാൻ സേ ഓർ ഫൈനലി വി ക്യാൻ സേ ദാറ്റ് ദീസ് നെഗറ്റീവ് ബിഹേവിയേഴ്സ് ആക്ച്വലി ലീഡ് ടു ദ കോസേഷൻ ഓഫ് ക്രൈം. അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഇപ്പോൾ മാർസിയൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുള്ള ആ കാലഘട്ടത്തിൽ എന്താണ് ഇക്കണോമിക് ഡിസ്പാരിറ്റി ക്രൈമിലേക്ക് വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ ദ കോണ്ടംപററി സൊസൈറ്റി ഇക്കണോമിക് ഡിസ്പാരിറ്റി ആണോ ക്രൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ആ എലമെൻറ്റ്സ് ഇല്ലാതെയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ബിഹേവിയറൽ ഡീവിയേഷൻസ് എസ്പെഷ്യലി ഇൻ ദിസ് കോണ്ടംപററി സൊസൈറ്റി ബിഹേവിയറൽ പ്രോബ്ലംസ് ക്രൈമിലേക്ക് വരുന്നുണ്ട്. വി ക്യാൻ സീ ദാറ്റ് ദ ട്രാഫിക്കിംഗ് ആസ് വെൽ, സെക്ഷൽ അസാൾട്ട് ആൻഡ് ദെൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദിസ് ഡ്രഗ്സ് ഒക്കെ എന്താണ് ക്രൈമാണ്. വളരെ വിശാലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ MDMA ഒക്കെ ട്രാൻസ്പോർട്ടേഷൻസ്, അതുപോലെ തന്നെ യൂസേജ് ഒക്കെ ബിഹേവിയറൽ പ്രോബ്ലത്തിൻ്റെ ഭാഗമാണ്. സോ ദിസ് ബിഹേവിയറൽ അപ്രോച്ച്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ബിഹേവിയറൽ അപ്രോച്ച് ടു ക്രൈം ഈസ് വെരി റെലവൻറ്റ് ഇൻ ദ കോണ്ടംപററി സൊസൈറ്റി, എസ്പെഷ്യലി ഇൻ കേരള സൊസൈറ്റി. ആൻഡ് വി മസ്റ്റ് ഹാവ് ദ ടെക്നിക്സ് ആൻഡ് ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് ടു കീപ്പ് അവേ ഓൾ ദ നെഗറ്റീവ് ബിഹേവിയേഴ്സ് എസ്പെഷ്യലി ഫ്രം ദ ചിൽഡ്രൻ ആൻഡ് അഡോളസെൻറ്റ്സ്. അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ലേണിംഗ് ബിഹേവിയർ, മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ, റീഇൻഫോഴ്സ്മെൻറ്റ്, സോഷ്യലൈസേഷൻ ആൻഡ് എൻവയൺമെൻറ്റ്, അൺലേണിംഗ് ആൻഡ് റീലേണിംഗ്. ഈ ടെക്നിക്സിലൂടെയൊക്കെ നമുക്ക് പോസിറ്റീവ് ബിഹേവിയേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ദീസ് ആർ ആക്ച്വലി കൗൺസിലിംഗ് ടെക്നിക്സ്. പോസിറ്റീവ് ബിഹേവിയേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്രൈം ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നൗ ദ നെക്സ്റ്റ് വൺ ഈസ് elucidate the psychoanalytic explanations of crime. വീണ്ടും മറ്റൊരു അപ്രോച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സൈക്കോ അനാലിറ്റിക് എക്സ്പ്ലനേഷൻ 36. സൈക്കോ അനാലിറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ക്രൈം റെലവൻ്റ് ആണോ? നിങ്ങൾ പഠിച്ചു
അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ അപ്രോച്ചസൊക്കെയുള്ള ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ടോ? ഏതാണ് നമ്മൾക്ക് പറ്റിയൊരു നമ്മളുടെ ഈ ഇന്നത്തെ സമൂഹത്തിലുള്ള സ്യൂട്ടബിളായ ഒരു അപ്രോച്ച് ഏതാണെന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു ബിഹേവിയറൽ അപ്രോച്ച് വെരി സ്യൂട്ടബിളാണ്. ദ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, സൈക്കോ അനാലിറ്റിക് അപ്രോച്ചാണ് ഇവിടെ പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. സോ പേജ് നമ്പർ 36 ആണ്. സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇതൊരു ക്രൈമിൻ്റെ അപ്രോച്ച്, സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് ഇറ്റ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ ദ ഫാദർ ഓഫ് സൈക്കോളജി സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്, സൈക്കോ അനാലിറ്റിക് എക്സ്പ്ലനേഷൻസിൻ്റെ. അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് ഇൻഡിവിജ്വൽ ഈഗോ, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന 3 ക്ലാസിഫിക്കേഷൻസ് അദ്ദേഹം തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇപ്പോൾ പ്രഷർ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ഈഗോ, റിയാലിറ്റി പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ മോറൽ പ്രിൻസിപ്പിൾ, ഇങ്ങനെ 3 പോയിൻറ്റ്സാണ്. 1 വേർഡ് ചോദിച്ചേക്കാം. ഈ 3 പോയിൻറ്റ്സും ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ഷൻസിനെ, പ്രവൃത്തിയെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇപ്പോൾ അഗ്രസീവ് ബിഹേവിയർ ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ അഗ്രസീവ് ബിഹേവിയർ പ്രധാനമായിട്ടും ഉരുത്തിരിഞ്ഞു വരുന്നത് കുട്ടിക്കാലത്തെ അനുഭവങ്ങളിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വൽ മൈൻഡിലെ 3 പ്രിൻസിപ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന. ഒന്ന് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്, പ്ലഷർ പ്രിൻസിപ്പിളുണ്ട്, അതുപോലെ തന്നെ റിയാലിറ്റി പ്രിൻസിപ്പിളാണ്, മോറൽ പ്രിൻസിപ്പിളാണ്. ഈ 3 പോയിൻറ്റ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് അഗ്രസീവ് ബിഹേവിയർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലൂടെ റൂട്ട് ചെയ്യുന്നു എന്നുള്ളതും, ഇദ്ദേഹം ഒരു ഇൻഡിവിജ്വലിൻ്റെ അഡോളസെൻ്റ് വരെയുള്ള ആ കാലഘട്ടത്തെ വ്യത്യസ്ത സൈക്കോസെക്ഷൽ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈക്കോസെക്ഷൽ സ്റ്റേജസിലും ഓരോ ബിഹേവിയർ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ് ഏതിൽ വരുന്നത്? സൈക്കോ അനാലിറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ബിഹേവിയേഴ്സ്, ഡീവിയൻ ബിഹേവിയർ അല്ലെങ്കിൽ ക്രിമിനൽ ബിഹേവിയറിലൂടെ അദ്ദേഹം വരച്ച് കാണിക്കുന്നത്. ഓക്കെ, സോ ദിസ് പോയിന്റ് ഷുഡ് ബി നോട്ടഡ്: ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ആൻഡ് വാട്ട് ഈസ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്. മാത്രമല്ല സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ കിട്ടുന്ന നെഗറ്റീവ് എലമെൻറ്റ്സ്, അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഡെലിക്വൻ്റ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ന്യൂറോട്ടിക് ടെൻഡൻസീസ് ഒക്കെ ഏതിലേക്ക്? ക്രിമിനാലിറ്റിയിലേക്ക്, ഒരു ഇൻഡിവിജ്വൽ ക്രിമിനാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന എക്സ്പ്ലനേഷനാണ് സൈക്കോ അനാലിറ്റിക് തിയറി പ്രകാരം, എക്സ്പ്ലനേഷൻ പ്രകാരം ക്രൈമിന് സിഗ്മണ്ട് ഫ്രോയിഡ് കൊടുക്കുന്നത്. Then come to the next point, the historical approach of criminology, the other approach. The other approach is asked, what is the historical approach of criminology? ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ് ചോദിക്കുന്നത്. ക്രിമിനോളജിയുടെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്താണ്? ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് we see actually this says the main points such as, so the history of primitive societies and the early medieval era shows that human thought during this time, actually in the primitive societies and the early medieval era shows that human thought during this time was heavily influenced by religious mysticism with myths and superstitions governing all aspects of human relationships. ഇപ്പോൾ ഈ പുരാതന സമൂഹത്തിൽ, അപ്പോൾ ക്രിമിനോളജിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ, പുരാതന സമൂഹത്തിൽ, പ്രിമിറ്റീവ്സ് പ്രാകൃത സമൂഹങ്ങളിൽ സൈക്കോളജിക്കൽ അപ്രോച്ചും അതുപോലെ തന്നെ നമ്മളുടെ ഈ എൻവയൺമെൻറ്റൽ അപ്രോച്ച്, അതുപോലെ തന്നെ ഹ്യൂമൻ മോട്ടീവ്സ് ഒന്നും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ക്രൈം എന്ന് പറയുന്നത് ഒരു സൂപ്പർസ്റ്റിഷ്യസിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ റിലീജിയസ് മിസ്റ്റിസിസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് കണ്ടിരുന്നത്. കാരണം ഹ്യൂമൻ റിലേഷൻസ് ഈ രീതിയിലുള്ള സൈക്കോളജിക്കൽ ആസ്പെക്റ്റോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതായത് മനുഷ്യബന്ധങ്ങൾ പൂർണ്ണമായിട്ടും മതപരമായ ബന്ധങ്ങളിലൂടെയും അതുപോലെ തന്നെ ആ ഒരു ഓൾഡൻ സെറ്റപ്പിലൂടെയാണ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് വൈ ഈ കോസേഷൻ ഓഫ് ക്രൈമിൻ്റെ കാരണങ്ങളിലേക്കുള്ള സൈക്കോളജിക്കൽ അപ്രോച്ച്, മനഃശാസ്ത്രപരമായ സമീപനങ്ങളിലേക്കോ അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് മോട്ടീവ്സിലേക്കോ അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സിലേക്കോ ഒന്നും തന്നെ ആ കാലഘട്ടത്തിലെ സോഷ്യോളജിസ്റ്റ്സ് എത്തി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സൊസൈറ്റി അത്രത്തോളം ഡെവലപ്ഡ്, അല്ലെങ്കിൽ സയൻസ് അത്രത്തോളം ഡെവലപ്ഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അത് ഒരു 18ാം നൂറ്റാണ്ട് വരെ, ആക്ച്വലി 17th സെഞ്ച്വറി വരെയായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ നിലനിന്നിരുന്നത്. കാരണം
ക്രൈമിൻ്റെ. അപ്പോൾ അതേസമയം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ 17th സെഞ്ച്വറി വരെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാർസിയൻ അപ്രോച്ചിലൂടെ പറയുന്ന ഏതാണ് ഈ ഇക്കണോമിക് പ്രോബ്ലംസ്, പോവേർട്ടിയൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ടാണ് ക്രൈം വന്നത്. അല്ലെ റിലീജിയസ് ഇഫക്റ്റ്, അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യസ് ഇഫക്റ്റ് എന്നൊക്കെയുള്ള, അപ്പോൾ സയൻസ് ഡെവലപ്ഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. സൂപ്പർസ്റ്റിഷ്യസ് ഇഫക്റ്റാണ് ക്രൈം കോസേഷൻ എന്നൊക്കെയുള്ള ചിന്താഗതിയിലായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആഫ്റ്റർ ദ 17th സെഞ്ച്വറി, അപ്പോൾ ഒരു 17th സെഞ്ച്വറിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നിരിക്കുന്നത്, ഇവല്യൂഷൻ ഓഫ് മോഡേൺ സൊസൈറ്റി, ഒരു മോഡേൺ സൊസൈറ്റി ഇവല്യൂഷൻ, ഹ്യൂമൻ തിങ്കിങ്ങിനുള്ള ഒരു ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഒരു മനുഷ്യൻ്റെ ചിന്തയിലുള്ള ഒരു ഷിഫ്റ്റിങ്, ചേഞ്ച്. സർട്ടൻ സോഷ്യൽ റിഫോമേഴ്സ് ബിഗാൻ അനലൈസിങ് ദ കോസസ് ഓഫ് ക്രൈം. 17th സെഞ്ച്വറിക്ക് ശേഷം അതായത് ചില സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹിക നവോത്ഥാന നായകന്മാർ എന്ത് ചെയ്തു, ഈ ക്രൈമിൻ്റെ കോസസിനെ കുറിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. പേയിങ് പാർട്ടിക്കുലർ അറ്റൻഷൻ ടു ദ ക്രിമിനൽ മോട്ടീവ് ആൻഡ് എൻവയൺമെൻറ്റ്. അവിടെ ആ റിലീജിയസും സൂപ്പർസ്റ്റിഷ്യസും ആയിട്ടുള്ള എലമെൻസിനെ മാറ്റി വെച്ചുകൊണ്ട് അതിനെ പരിഗണിക്കാതെ ഒരു സയൻറ്റിഫിക് തോട്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ ചിന്താഗതി, ഇതിന് കൂടുതൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ക്രിമിനൽ മോട്ടീവ് ആൻഡ് എൻവയൺമെൻറ്റ്, ക്രിമിനൽസിൻ്റെ മോട്ടീവ് എന്താണ്, അവരുടെ പ്രേരണ എന്താണ്, അതുപോലെ അവരുടെ സാഹചര്യം, ഇതൊക്കെയാണ് ഇതിലേക്ക് ആക്ച്വലി ഓൾ ദോസ് തിങ്സ് മാർക്ക് ദ എമർജൻസ് ഓഫ് ക്രിമിനോളജി അറ്റ് എ ഡിസ്റ്റിങ്ക്റ്റ് ബ്രാഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ്, ഈ രീതിയിലാണ് നമ്മൾ ക്രിമിനോളജി ഒരു പ്രത്യേക ബ്രാഞ്ചായിട്ട്, ഇതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനും അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബ്രാഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടത്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് വേരിയസ് സ്കൂൾസ് ഓഫ് ക്രിമിനോളജിക്കൽ തോട്ട് വെയർ എമേർജ്ഡ്. അങ്ങനെ സ്കൂൾ ഓഫ് ക്രിമിനോളജിക്കൽ തോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റാലിയൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അതർ സ്റ്റഡീസ്, അതുപോലെ തന്നെ 18th സെഞ്ച്വറിയിലെ എൻലൈറ്റൻമെൻറ്റ് തിങ്കേഴ്സ് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ബെക്കാരിയോ, ബെൻതാം ബിലീവ്ഡ് പീപ്പിൾ വെർ റേഷണൽ ആൻഡ് ചൂസ് ടു കമ്മിറ്റ് ക്രൈംസ് ലീഡിങ്. അപ്പോൾ അവരുടെ ആ പഠനങ്ങൾ, ബെക്കാരിയോ, ബെൻതാം, ഇവരുടെയൊക്കെ ഈ സോഷ്യോളജിസ്റ്റിൻ്റെ പഠനങ്ങൾ 18th സെഞ്ച്വറിയിൽ എന്താണ്, ക്രൈംസിനെ കുറിച്ചുള്ള പഠനങ്ങൾ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്ന ഒരു സ്കൂൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരു ഗ്രൂപ്പ്, സ്കൂൾ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ്സ് ആണ്. അപ്പോൾ ഇവർ ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ലോ ഷുഡ് ഡിറ്റർമിൻ ക്രൈം ബൈ മേക്കിംഗ് പണിഷ്മെൻറ്റ് ഔട്ട്വേ ദ ബെനിഫിറ്റ്സ് ഓഫ് ക്രിമിനൽ ആക്ട്സ്. ഓക്കെ, they argued that the laws should deter crimes. നിയമങ്ങൾ ഫോം ചെയ്യാനും ക്രൈംസ് ഡിറ്റർ ചെയ്യാനും ഉള്ള ലോസ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നായിരുന്നു അവരുടെ ആർഗ്യുമെൻറ്റ്. അതുപോലെ തന്നെ 19th സെഞ്ച്വറിയിൽ എന്ത് ചെയ്തു, ഈ ക്ലാസിക്കൽ സ്കൂളിൻ്റെ ക്രിറ്റിക്സ് പോസിറ്റീവ് സ്കൂൾ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതായത് ക്രൈമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഈ ഗ്രൂപ്പ് ഫോം ചെയ്തു. ആൻഡ് ആക്ച്വലി യൂസ് സയൻസ് ടു സ്റ്റഡി ദ ക്രൈം. ഈ ക്രൈമിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രമാണ് അവർ ഉപയോഗിച്ചത്. അവിടെ നമ്മളുടെ മതപരവും അതുപോലെ സൂപ്പർസ്റ്റിഷ്യസ്, അന്ധവിശ്വാസപരമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചുകൊണ്ട് സയൻസിനെ യൂസ് ചെയ്തുകൊണ്ട് അവിടെയാണ് നമ്മളുടെ എമർജൻസ് ഓഫ് നമ്മളുടെ ലോംബ്രസോ എമർജ് ചെയ്യുന്നത്, ഇറ്റാലിയൻ സ്കൂൾ വരുന്നത്, ഇറ്റാലിയൻ സോഷ്യോളജിസ്റ്റ് വരുന്നത്, ബയോളജിക്കൽ ആൻഡ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് പഠിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളുടെ എന്താണ് അറ്റാവിസ്റ്റ്സ് അല്ലെങ്കിൽ ബോൺ ക്രിമിനൽസ് എന്ന് പറയുന്ന അതൊക്കെ പറയുമ്പോൾ ബയോളജിക്കലാണ് ശരിക്കും, അല്ലേ? ട്രാൻസിഷൻ ഓഫ് ക്രോമസോംസ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ക്രിമിനൽസ്, ഇങ്ങനെ ഈ ബയോളജിക്കൽ ആസ്പെക്റ്റും എൻവയൺമെൻറ്റൽ ആസ്പെക്റ്റും ഒക്കെ പഠിച്ചുകൊണ്ട് 19ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ സയൻസ് തന്നെ, ക്രിമിനോളജി എന്ന് പറയുന്ന സയൻസ് തന്നെ ഒരു വെറൈറ്റി ഓഫ് ഒരു ബ്രാഞ്ച് ഫോം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ദിസ് എ ഷിഫ്റ്റ് ഫ്രം മോറൽ ചോയ്സ് ടു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ. ഈ ബ്രാഞ്ചൊക്കെ എന്താണ്, ശാസ്ത്രീയമായ സമീപനം അല്ലെങ്കിൽ വിവരണമാണ് ഇതിന് കൊടുക്കുന്നത്, ക്രിമിനോളജിക്ക് കൊടുക്കുന്നത്. ദിസ് ഈസ് ദ വേ വി ക്യാൻ എക്സ്പ്ലെയിൻ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിമിനോളജി. സോ ദിസ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് വൺ ബൈ വൺ. വാട്ട് ഹാപ്പൻ അപ് ടു 17th സെഞ്ച്വറി, 17th സെഞ്ച്വറി വരെ എന്തായിരുന്നു, ആൻഡ് ആഫ്റ്റർ 17th സെഞ്ച്വറിയിലുള്ള ചേഞ്ചസ്, ദ ചേഞ്ചസ് ഇൻ ദ 18th സെഞ്ച്വറി ആൻഡ് ബൈ ദ 19th സെഞ്ച്വറി, 19ാം നൂറ്റാണ്ടിൽ വന്ന മാറ്റങ്ങൾ. അതിനുശേഷം എന്താണ്, 19th സെഞ്ച്വറി തന്നെയാണ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ അമേരിക്കയിലാണ് നടക്കുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് ക്രിമിനോളജിയൊക്കെ 1946 അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്രിമിനോളജി റീനെയിംഡ് ദ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്രിമിനോളജി, എക്സ്പാൻഡഡ് ഫോക്കസ് ടു ഇൻക്ലൂഡ് സയൻറ്റിഫിക് ക്രൈം ഡിറ്റക്ഷൻ, അതുപോലെ ലോ എൻഫോഴ്സ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, ക്രൈം പ്രിവെൻഷൻ, ഇതൊക്കെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്രിമിനോളജിയിൽ 1946 ഫോം ചെയ്ത ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പഠനം മോഡേൺ ക്രിമിനോളജിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഓർ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് ദ ക്രിമിനോളജി, ദ സയൻസ് ഓഫ് ക്രൈം. ഓക്കെ, സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ എഴുതുന്നവർ മലയാളം നോട്ട് ഓൾറെഡി
ക്രാഷ് കോഴ്സിൽ ഇതിന് പുറമേ തന്നെ മലയാളം നോട്ട് തന്നിട്ടുണ്ട്. നമ്മൾ മുൻപെടുത്ത സാറ് നോട്ട് തന്നിട്ടുണ്ട്. നോട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പോയിൻറ്റ്സ് നന്നായിട്ട് പഠിക്കുക. എല്ലാ പോയിൻറ്റ്സ് മാത്രം എഴുതുക. എന്തെങ്കിലും എഴുതാതെ പോയിൻറ്റ്സിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ആൻസേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയിൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സോ വി വിൽ ബി ഡിസ്കസിങ് ദ നെക്സ്റ്റ് crash course, which is made on the basis of the second block, types of crime, which actually includes the typology of crime, types of crime and socio-economic profiles. ഇങ്ങനെ 3 യൂണിറ്റാണ് സെക്കൻഡ് ബ്ലോക്കിൻ്റെ ക്രാഷ് കോഴ്സ് പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.